കോഴിക്കോട് കൊയിലാണ്ടിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. സമയത്തെ ചൊല്ലിയുണ്ടാകുന്ന തർക്കമാണ് സംഘർഷത്തിന് കാരണമായത്. പരിക്കേറ്റ ബസ് ജീവനക്കാർ ആശുപത്രിയിൽ. നിലവിൽ സംഘർഷത്തിൽ പോലീസ് കേസെടുത്തിട്ടില്ല. കോഴിക്കോട് നിന്ന് രതീഷ് വാസൻ ചെയ്യുന്നുണ്ട്. രതീഷ്, എപ്പോഴാണ് ഈ സംഘർഷം ഉണ്ടായത്? ഇതിൽ ഇന്ന് വൈകിട്ടോട് കൂടിയാണ് കൊയിലാണ്ടി ഈ ബസ് സ്റ്റാൻഡിന് സമീപം ഇത്തരത്തിൽ ബസ് തൊഴിലാളികൾ തമ്മിൽ സംഘർഷം ഉണ്ടായത്. ഇത് ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ ബസിന്റെ സമയക്രമവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുന്നത്. വളരെ കുറഞ്ഞ സമയത്തിൽ പല ബസ്സുകളുടെ റൂട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഗതാഗത തടസ്സമൊക്കെ വന്നാൽ ഈ ബസ്സുകളൊക്കെ തന്നെ ബാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് പിന്നീട് തർക്കങ്ങളിലേക്കാവുന്നു. പിന്നീട് അത് ഇത്തരത്തിൽ സംഘടനകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇതിനിടയ്ക്കും ഇത്തരത്തിൽ ഇതിനു മുമ്പും സംഘടനകൾ ഇത്തരത്തിൽ ബസ് ജീവനക്കാർ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 5:30യോടെയാണ് കൊയിലാണ്ടി താമരശ്ശേരി റൂട്ടിലോടുന്ന ബസ്സിൽ ജീവനക്കാർ തമ്മിൽ ഇത്തരത്തിൽ സമയത്തെ സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഒടുവിൽ സംഘർഷത്തിലേക്ക് എത്തിയത്. എന്തായാലും ചില ജീവനക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, ചിലർ ആശുപത്രിയിലുണ്ട് എന്നാണ് വിവരം. എന്നാലും പോലീസ് ഇതിൽ പ്രാഥമികമായി ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ കേസ് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ സംഘർഷത്തിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം മാത്രവുമല്ല, ഈ അമിത വേഗതയുടെ വിഷയത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് ഡിവൈഎഫ്ഐയുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമൊക്കെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഈ ബസ് ജീവനക്കാരെ തടഞ്ഞു വയ്ക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഈ സമയക്രമം പാലിക്കുന്നതിൽ എല്ലാ ബസ് ജീവനക്കാരും ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇത്തരം സംഘർഷങ്ങളും പതിവാകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം.